ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ കൊളത്തൂര് കോട്ടക്കൽ റൂട്ടിലൊക്കെ ആയിട്ട് സ്ഥിതി ചെയ്യുന്ന റോഡ് സൈഡിലായി കാണാൻ കഴിയും. റോഡിന്റെ സൈഡിലായിട്ട് സ്ഥിതി ചെയ്യുന്ന പുളിവെട്ടി മക്കാം എന്ന് പറയുന്ന ഒരു മക്കാമിന്റെ മുമ്പിലാണ് ഉള്ളത്. റാത്തല്ലേ നിങ്ങളെവിടെ സ്ഥലം? ഇവിടെ തന്നെ സ്ഥലം? നമ്മൾ ഈ മക്കാമിനെ കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ? ഒന്നും അറിയില്ല. കുറേ വർഷം വളരെ ചെറുപ്പം മുതലൊക്കെ ഉണ്ടല്ലേ? ഇനി അപ്പൊ എന്ന് വെച്ചാൽ എന്താണെന്ന് ആർക്കും അറിയില്ല. മയ്യത്ത് എവിടുന്നിട്ട് ആ മയ്യത്തിനൊന്നും സംഭവിച്ചു ഒരു കേടുമില്ല. അതിന് ചുറ്റുപാട് ഒരുപാട് ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നൊക്കെ ആൾക്കാർ ഓരോ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടുന്ന് മറയത് ഇപ്പോൾ മറിയതാണ്. പിന്നെ വേറെ ഇവിടെ പല മൂല്യമാർ പലരും തരുമല്ലോ. അങ്ങനെ പോയിരുന്ന ഈ ആളെ പറ്റി നമുക്കറിയാം. ഇത് ആരാണ്? ആദ്യം നമ്മൾ കേൾക്കാൻ ഭയങ്കര ആളാണ്. മൂപ്പര് മറമാടിയിട്ട് ആർക്ക് സ്വപ്നം കാട്ടിക്കൊണ്ട് മൂന്നാക്കിയത് ആർക്കാണുള്ള പോലെ നമുക്കറിയില്ല. ഒരു മിനിറ്റ്, ഇവിടെ മറമാടിയിട്ട് ആരാണ് എന്താണെന്നൊന്നും അറിയില്ല. ഒരു മയ്യത്ത് കിട്ടിയപ്പോ അതിനെ മറമാടിയിട്ട് അവിടെ ഒരു ജാറുണ്ടാക്കിയിട്ട് എന്നിട്ട് പച്ച പെയിന്റ് അടിച്ചിട്ട് പച്ച തുണി ഇട്ടിട്ട് വെട്ടിയും വെച്ചിട്ട് പിരിവിനിരുന്ന് നിൽക്കുകയാണ്. പുളിവെട്ടി മക്കാമ്. ജാറത്തിലുള്ളത് ആരാണ് അറിയില്ലാന്ന്. ഒരു മനുഷ്യന്റെ മയ്യത്ത് കിട്ടിക്കഴിഞ്ഞാല് അതിന് അവകാശികളില്ലെങ്കിൽ അത് ജാറാക്ക ഔലിയക്കാക്കുക, എന്നിട്ട് പിരിവ് ബാക്കി വെക്കാം നമുക്ക്. ഒരു പറഞ്ഞാലുള്ളൂ അങ്ങനെ ഇന്ന മറമാടി ശരിയായില്ല, അയച്ച് മറമാടുന്നവർക്ക് രണ്ടാമത് പിന്നെ ഇട്ട് മറമാടി എന്നൊക്കെ ശരിയായില്ല. അവരൊരു ഇന്ത്യൻ എറണാകുളത്ത് അറിയില്ല. അതിലും കൂടെ വരുന്നവരും ഓരോരുത്തരും പറയണതാണ്. പല സ്ഥലമാരും വരലുണ്ടല്ലേ? ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഓരോരും വരുന്നുണ്ട്. ഒരിക്കൽ ഞങ്ങൾക്ക് പൂക്കോട്ട് എന്താ സ്ഥലം പറഞ്ഞ ചങ്ങായി നമ്മൾ എപ്പോഴും മുതൽ കാണുന്നില്ല. എന്താണെന്ന് അറിയില്ല. മുമ്പിൽ വന്നാൽ 2 മണിക്കൂർ കഴിഞ്ഞുള്ളിൽ എത്തിക്കാൻ പോവുക. അങ്ങനെ ഒരു ഒച്ചപ്പാടിലാക്കി ചെല്ലുക. അങ്ങനെ ഒരിക്കൽ ഞാൻ പറഞ്ഞ പോകാം. അതിൽ 30 പെങ്ങളായിരുന്നു. ഞങ്ങൾ എനിക്ക് ഫോൺ വിളിച്ച് ചെയ്ത അനുഭവം ഞാൻ പറഞ്ഞുതരാം. അറിഞ്ഞാണ്ട് അപ്പം എന്താ അനുഭവം പറഞ്ഞത്? 3 കുട്ടികളെ, മൂത്ത കുട്ടിയും 15 വയസ്സാത്തനെ, അതിന് താഴെ 2 കുട്ടികൾ ഒപ്പാട് ബൈക്കുമ്പോൾ പോകണം. അതിൽ പോലീസ് വിളിച്ചു വന്നു. അങ്ങനെ 3 കൊല്ലത്തെ തടവ്, 35,000 രൂപ വഴിയുമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇയാൾ പോലീസ് പലരോടും ബന്ധപ്പെട്ടിട്ടൊന്നും ശരിയാളില്ലാതെ അവസാനം ഇയാൾ ചങ്ങായി ഏതൊരു പോലീസിനെ സംസാരിച്ച് 5,000 രൂപ ആ ഫയൽ പിൻവലിച്ചു. ഫയൽ പിൻവലിച്ചു. 5,000 രൂപ കൊടുത്താൽ മതി. ഒന്നുമില്ല, തടവൊന്നുമില്ല. എന്തൊക്കെ കഥകൾ പറഞ്ഞു. ബാക്കി കുറച്ചും കൂടി ഉണ്ട്. ഒരു മനുഷ്യന്റെ മയ്യത്ത് കിട്ടിക്കഴിഞ്ഞാല് അത് കൊണ്ടുപോയിട്ട് മറവ് ചെയ്തിട്ട് ഒരു റോഡ് സൈഡിൽ മറവ് ചെയ്തിട്ട് അവിടെ ജാറം പണിതിട്ട് അതിനൊരു പെരയുണ്ടാക്കിയിട്ട് പിരിവിനിരിക്കുന്ന ഈ സമുദായത്തിന്റെ അധപ്പതനം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്ക്. പ്രിയമുള്ളവരെ, ഇതൊന്നും കുറെ പറഞ്ഞിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക് കുറെ പറയേണ്ട ആവശ്യമില്ല, കുറച്ച് പറഞ്ഞാൽ മതി. ഇനി ഈ ജാറത്തിന്റെ മുകളിലിടുന്ന തുണി, അതിന് ഇസ്ലാമില് 5 നയാ പൈസന്റെ പ്രതിഫലമില്ല എന്നുള്ളത് വ്യക്തമാക്കുന്ന അത് സംബന്ധമായിട്ടുള്ള ഒരു വീഡിയോ ഉസ്താദ് അഫ്സൽ കാസിമിയാണ് ആ ഒരു വിഷയം സംബന്ധിച്ച് സംസാരിക്കുന്നത്. അതിന്റെ ചെറിയൊരു വീഡിയോ ഇതിന്റെ ബാക്കിൽ ചേർക്കുന്നുണ്ട്. കാണുക, മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തിരിച്ചറിയൻ ഔലിയാക്കൾ നന്മകളെ ഉപദേശിച്ചവർ, തിന്മകളെ തടഞ്ഞവർ. ഇന്ന് ഖബറിൽ പട്ടുവിരിക്കുക, ഔലിയാഇന്റെ ഖബറിൽ പട്ടുവിരിക്കുക, നമ്മളൊക്കെ വലിയ പുണ്യകർമ്മമായി കരുതുകയാണ് അതിനെ. ഞാൻ തുറന്നു പറയാണ്, ഒരു വലിയ പുണ്യകരമായി, അങ്ങനെ ഒരു കർമ്മമായി നമ്മൾ അതിനെ കരുതുകയാണ്. പക്ഷേ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വീക്ഷണം അനുസരിച്ച് ഒരു ഖബറിൽ 1 കോടിയുടെ പട്ട് കൊണ്ടുപോയി വിരിച്ചാലും 5 നയാ പൈസയുടെ പുണ്യം അതുകൊണ്ട് കിട്ടൂല. എന്റെ വാക്കുകൾ ആരും വളച്ചൊടിച്ചേക്കല്ലേ കേട്ടോ. ഖബറിൽ പട്ട് വിരിക്കണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഖബറിൽ പട്ട് വിരിച്ചാൽ 1 കോടിയുടെ പട്ട് വിരിച്ചാലും 1 നയാ പൈസയുടെ പ്രതിഫലം അതുകൊണ്ട് കിട്ടാൻ പോകുന്നില്ല. നമ്മൾ ചിന്തിക്കണം, എന്താ ഇപ്പോ ഇതൊക്കെ ചൂഷണവാ സഹോദരങ്ങളെ, ഇതൊക്കെ ചൂഷണവാ. ഇതൊക്കെ വിശുദ്ധ ദീനുൽ ഇസ്ലാമുമായി ബന്ധപ്പെടുന്നതാണോ? ഔലിയാഇന്റെ പേര് പറഞ്ഞ് പണമുണ്ടാക്കാൻ വേണ്ടി ഔലിയാക്കളെ പോലും വിറ്റ് കാശാക്കുന്നവരല്ലയോ? ഉമ്മത്തിന് അല്ലാഹു ഹിദായത്ത് കൊടുക്കട്ടെ.
നമുക്കിതൊക്കെ പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ. പറയുമ്പോൾ ചില ആളുകൾ തെറ്റിദ്ധരിച്ചു കളയും. സിയാറത്തിന്റെ രീതികളല്ലാതെ സിയാറത്തിന്റെ രീതികളെ മാറ്റിമറിച്ചിട്ട് മറ്റു രീതികളിലേക്ക് മനസ്സിലെത്തിപ്പെടുകയാണ്. മനസ്സിലായില്ലേ? അള്ളാഹു ഈ ഉമ്മത്തിന് ബുദ്ധിയും വിവേകവും അള്ളാഹു കൊടുക്കട്ടെ. നമ്മൾ സിയാറത്തിനെ എതിർക്കുന്നില്ല, എതിർക്കാൻ പറ്റില്ലല്ലോ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പഠിപ്പിച്ച ഒരു കാര്യത്തിന് നമുക്ക് എങ്ങനെ എതിർക്കാൻ പറ്റും? കുന്തു നഹൈതുക്കും അൻ സിയാറത്തിൽ ഖുബൂർ ഫസൂറുഹാ. നബിയുനാ റസൂൽ തങ്ങൾ പറഞ്ഞു, ഞാൻ ഒരു സമയത്ത് ഖബർ സിയാറത്തിനെ എതിർത്തിരുന്നു, നിങ്ങൾ സിയാറത്ത് ചെയ്യുവിൻ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഇന്നഹാ തുദക്കിറുൽ ആഖിറ. ആഖിറത്തെ കുറിച്ച് നിനക്കൊരു ചിന്ത ഉണ്ടാകും. ആഖിറത്തെ കുറിച്ച് ചിന്തിച്ചിട്ട് ഖബർ സിയാറത്ത് ചെയ്യുന്ന ആരാ ഹബീബേ? ഇല്ല. ആരത്ത് പറയാനിത്? ഈ സമൂഹത്തിലൂടെ അത് അങ്ങനെ പറഞ്ഞു പോയാൽ ഉടനെ ആള് വേറെ ഗ്രൂപ്പ്, ഇയാള് വേറെ ഗ്രൂപ്പ്, ഇതിനെതിർത്ത് അങ്ങനെ പറഞ്ഞു കളയും സംഭവം. എന്നിട്ട് അവിടെ കൊണ്ടുവച്ചിട്ട് വെള്ളം എണ്ണ ഒഴിച്ചു കൊടുക്കല്, അത് നക്കി കുടിക്കല്, നക്കി തുടക്കല്. ഇതെന്ത് സംസ്കാരം? ഇത് ആര് പഠിപ്പിച്ച സംസ്കാരം ഹബീബ? ഇതൊക്കെ ഹബീബുനാ റസൂൽ തങ്ങളെ പഠിപ്പിച്ച ഒരു സംസ്കാരമാണ് ഇത്. നമ്മളിതൊക്കെ കുടിക്കുന്ന അവിടെ പോയിട്ട് അതിനുവേണ്ടി പ്രത്യേക ആള്. പിന്നെ ഒരു ചൂല് വെച്ച് തലയ്ക്ക് അടിക്കൽ, ഇങ്ങനെ അടിച്ച് മണ്ടല്ലോ, അതിനൊക്കെ കുനിഞ്ഞു നിന്ന് കൊടുക്കോ? അടിച്ചേരെ തല മണ്ടയ്ക്ക് കൊടുവാള് വെച്ച് അടിക്കണം അവന്റെ തലയ്ക്ക്. ഇത് ആര് പഠിപ്പിച്ച സംസ്കാരമാണ്? ഏതെങ്കിലും ഇസ്ലാമിക ശരീഅത്തിൽ ഏതെങ്കിലും മഹാന്മാരായ പണ്ഡിതന്മാര് സ്വാലിഹീങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇതൊക്കെ സിയാറത്ത് ചെയ്യുവൻ, അതിനെ എതിർക്കുന്നില്ല, ഒരിക്കലും എതിർക്കാൻ പറ്റൂലുള്ളത്. അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാത്ത എന്താ ഹബീബേ? അതാ നമ്മൾ ചോദിക്കാം. ജസ്റ്റ് 5 മിനിറ്റ്, നിങ്ങൾ കൂടുതലൊന്നും വേണ്ട, 5 മണിക്കൂർ നിങ്ങൾ ചിന്തിക്കണ്ട. നമസ്കാരം കഴിഞ്ഞ് ജുമഅ കഴിഞ്ഞ് നിങ്ങൾ ഖബറുകളിലേക്ക് പോകുവിൻ. ജസ്റ്റ് ആ സൈഡിൽ നിന്നിട്ട് ചിന്തിക്കിൻ. നബിതങ്ങൾ അങ്ങനെയായിരുന്നു ജന്നത്തുൽ ബഖീയിൽ പോയിട്ട് ചിന്തിച്ചത്. നമ്മൾ അങ്ങനെ ഒന്ന് ചിന്തിക്കിൻ. അങ്ങനെ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? ഒരു വട്ടം തിരി മേടിച്ചോണ്ട് പോലെ കബറി കുത്തിവെക്കാൻ, ആരുടെ മണ്ടയ്ക്ക് കുത്തിവെക്കാനത്? ഈ ചാണാത്തിരി കൊണ്ട് കുത്തിവെക്കല്ലേ എന്ന് പറഞ്ഞാലും കേൾക്കൂല. അങ്ങനെ നമ്മളൊരു പാരമ്പര്യമായിട്ട് നമ്മളത് ശീലിച്ചു പോയി. ഇത് ചെയ്തില്ലെങ്കിൽ തെറ്റാന്നങ്ങാണ് ഉസ്താദ് പറഞ്ഞ മൊയ്ലിയാർ വേറെ ആളായി. നമുക്കതിൽ പ്രശ്നമൊന്നുമില്ല, ഉള്ളത് പറഞ്ഞു കൊടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തും ആരോഗ്യവും ആയസും ഓരോ പള്ളിയിൽ ദിവസവും നിശ്ചയിച്ച സമയം വരെ പറഞ്ഞു കൊടുക്കുക. സ്വീകരിക്കുന്നവൻ സ്വീകരിക്കട്ടെ, എതിർക്കുന്നവൻ എതിർക്കട്ടെ. ഈ ദുനിയാവിൽ എതിർപ്പുണ്ടെങ്കിൽ റാഹത്ത് ഉണ്ടാവുള്ളൂ. എതിർക്കാൻ വേണ്ടി, പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്. ഉമ്മത്തിന്റെ സലാഹിയത്ത് നന്മയ്ക്ക് വേണ്ടിയിട്ട് മാത്രം പറയണം എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഞാനതേ പറയുന്നുള്ളൂ. എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി.